ഹലോ, അസ്സാം വലൈക്കും ഗെയ്സ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇന്ന് രാവിലത്തെ കാപ്പി ഇഡ്ഡലിയും നമുക്കൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇഡ്ഡലി പാത്രം വെച്ച് പാത്രം ചൂടായപ്പം നമുക്ക് മാവ് കോരി വീഴ്ത്തി ഇനി നമുക്ക് അടച്ച് വെച്ച് അത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പം അതിന് ശേഷം ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് പിന്നെ ഉള്ളിച്ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം മുമ്പ് ഞാൻ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ മുമ്പ് ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇരുമ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണയും കൂടെ നമുക്ക് വീഴ്ത്തിയിട്ട് നമുക്ക് ഇനി അതിൽ ഒരു 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് അത് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിനി ഇട്ട് കൊടുക്കാനുള്ളത് ഉഴുന്നാണ് ഇട്ട് കൊടുക്കാനുള്ളത്. നമുക്കിനി കുറച്ച് ഉഴുന്ന് അത് മുളക് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 2 സ്പൂൺ ഉഴുന്നെടുത്ത് ഞാൻ ഉഴുന്ന് 2 സ്പൂണായിട്ട് അളന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 സ്പൂൺ ഉഴുന്ന് ഇട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരണം. ഒരുപാടങ്ങ് ചുമക്കണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം. അത് ചുമന്ന് വന്നതിന് ശേഷം നമുക്കിനി ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുമ്പം അതിന് വേണ്ടി നമുക്ക് വലിയൊരു സവാളയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ അത് ഉഴുന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഉഴുന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് കറണ്ട് പോയി, അതാണ് ഈ വെട്ടം പോയത്. ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു വലിയൊരു സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ ഇനി നമുക്ക് വാടി വരണം. അതിന് ശേഷം 4 അല്ലി വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തക്കാളിയല്ല, ചെറുതായതുകൊണ്ട് ഞാൻ 2 തക്കാളിയാണ് എടുത്തത്. വലിയ തക്കാളിയാണെങ്കിൽ ഒരൊറ്റ തക്കാളി മതിയാവും. അപ്പോൾ 2 ചെറിയ തക്കാളിയും കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നല്ലതുപോലെ ഉപ്പ് ഇപ്പോഴും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല, അത് ലാസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ഒരു അല്ലി പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാളംപുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ, നിങ്ങൾ 2 സവാള എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള പുളി എടുക്കാവുന്നതാണ്. പുളിപ്പിന് ആവശ്യമുള്ള സാധനം എത്ര ഉണ്ടോ അത്രയ്ക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം എത്രയാണോ അത് എടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഒരു സവാള എടുത്തത് കൊണ്ട് മാത്രമാണ് ഒരു ഇതിൽ പുളി ഞാൻ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി ഞാൻ ഒരു നുള്ള് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുളക് പൊടി നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 6 വറ്റൽമുളക് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നല്ലതുപോലെ ഒന്ന് വാടി വന്ന് തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് മാറ്റി വയ്ക്കാവൂ. അപ്പോൾ ഞാൻ ഇവിടെ മുളകും ഉഴുന്നും വറുത്ത് വെച്ചേ കൂടെ ഇനി നമുക്കുള്ള സവാളയും തക്കാളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വാട്ടിയ കൂട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് ഇനി ബാക്കിയുള്ള കൂട്ട് ശരിയാക്കിയാൽ മതി. അപ്പോൾ അരച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നമുക്കുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് പാത്രം അതിൽ ഈ ഇരുമ്പച്ചട്ടിയിൽ എണ്ണയൊന്നും വീഴ്ത്തരുത്. എണ്ണ വീഴ്ത്താതെ നമുക്ക് നമ്മളെ ഇരുമ്പച്ചട്ടിയിലോട്ട് നമുക്കുള്ള അരച്ച് വെച്ച കൂട്ടിട്ട് കൊടുത്ത് അത് മിക്സിയുടെ ജാറ് നമ്മൾ നല്ലതുപോലെ കഴുകി ആ വെള്ളവും കൂടെ നമുക്ക് വീഴ്ത്തി കൊടുത്ത് നല്ലതുപോലെ ഇനി ഒന്ന് തിളപ്പിക്കണം. നല്ലതുപോലെ തിളപ്പിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇഡ്ഡലിക്ക് ഈ കറി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച് ഇത് തന്നെ ഒന്ന് ചെയ്യുന്നത്. അപ്പം ഇത്
എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഇഡ്ഡലിയുടെ ദോശ, പിന്നെ അപ്പം, ഇങ്ങനെയുള്ളതിൻ്റെ കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ലതുപോലെ ഞാൻ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുത്ത് അതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഉള്ളിയിലൊന്നും സവാളയിലൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അങ്ങനെ പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തതിന് ശേഷമേ നമുക്ക് ഇത് നമുക്ക് വാങ്ങി വയ്ക്കാവൂ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെള്ളത്തോടെയൊക്കെ കോരി കൊടുക്കാം, പക്ഷേ ആ ടേസ്റ്റ് വരത്തില്ല. നല്ലതുപോലെ തിളച്ചത് വറ്റി വരണം, എന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് വരൂ. അപ്പോൾ ഇനി അതിന് കടുക് വറുത്തിടാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഇരുമ്പുചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും വീഴ്ത്തി അതിൽ നമുക്ക് ഇനി ഇടാനുള്ളത് കറിവേപ്പിലയും 2 ഉഴുന്നും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കുള്ള കൂട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതാ കോഴിയുടെയൊക്കെ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. വോയിസ് കൊടുക്കുന്നപ്പം കോഴിയുടെയൊക്കെ ബഹളങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള കൂട്ടെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വെച്ച്, അപ്പോൾ നമുക്കുള്ള മുളകെല്ലാം നമുക്കിവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലോട്ടൊന്ന് നമ്മൾ ബൗളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നമുക്കുള്ള ഉള്ളി ചമ്മന്തി ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങളും ഇതുപോലെ തേങ്ങ വറുത്തിടുന്നവരൊക്കെ ഉണ്ട്. കൂടെയും അപ്പം, ദോശയുടെ കൂടെയൊക്കെ നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് മല്ലിയില ഇതിൻ്റെ കൂടെ ഇട്ട് ഈ കൂട്ടിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കും. അതെനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.